എല്ലാ മനുഷ്യരോടും തോന്നുന്ന സ്നേഹത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിലപ്പോൾ ഒരാളോട് നമുക്ക് വല്ലാത്ത ഒരു അഭിനിവേശം, അവരുടെ കൂടെ സംസാരിക്കാനുള്ള വല്ലാത്ത ഒരു ഇഷ്ടം, അവർ ചെയ്യുന്ന എന്തിനോടും നമുക്കുള്ള ഒരു ഇഷ്ടം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അവരൊരു കുഴച്ച് നമുക്കൊരു ഉരുള ചോറ് തന്നാൽ പോലും അതിനോട് പോലും, ആ ഉരുട്ടിയ ചോറിൻ്റെ ഉരുളയോട് പോലും നമുക്ക് പ്രണയം തോന്നുന്ന ഒരു അവസ്ഥയൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് വരും. അവിടെ പ്രണയം എന്ന് പറയുന്നത് കുട്ടിയുടെ പ്രണയമല്ല, കുട്ടിയുടെ സ്നേഹമല്ല. അവിടെ കുറച്ച് കഴിയുന്ന സമയത്ത് എന്താ വെച്ചാൽ, പ്രകൃതി നമ്മളിൽ ഏൽപ്പിച്ച വേറൊരു ദൗത്യത്തിലേക്ക് മനുഷ്യൻ പോവുകയാണ് ചെയ്യുന്നത്. വ്യക്തിപരമായിട്ട് ഞാനും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക. പ്രണയം തോന്നുന്നു ആ വ്യക്തിയോട് കൂടെ, അത് മീറ്റിങ്ങിനുള്ള ഒരു ഇഷ്ടമാണ് ആ പ്രണയമായിട്ട് അങ്ങനെ വരുന്നത്. അതിൻ്റെ ഒരു ഗ്രോത്ത് വ്യക്തിയുടെ ജീവിതത്തിലാണെങ്കിലും സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിലാണെങ്കിലും ഈ കേവലമായ സ്നേഹത്തിൽ നിന്ന്, സുരക്ഷിതത്തിന് വേണ്ടിയിട്ടുള്ള സ്നേഹത്തിൽ നിന്ന്, എന്നെ ചേർത്ത് പിടിക്കുന്നവരാരാണ് എന്നുള്ള സ്നേഹത്തിൽ നിന്ന്, എനിക്ക് ഇണചേരാൻ പറ്റുന്നവരാരാണ് എന്നുള്ളൊരു സ്നേഹത്തിലേക്കൊക്കെ അത് വളർന്നു പോകുന്നുണ്ട്. പ്രണയിച്ച കാലം മുഴുവനും, അല്ലെങ്കിൽ പ്രണയത്തിലൂടെ സഞ്ചരിച്ച കാലം മുഴുവനും ഞാൻ എന്നെ തന്നെ മായ്ച്ച് വീണ്ടും എഴുതിയിട്ടുണ്ട്. അതായത് ഞാൻ, എൻ്റെ കൂട്ടുകാരിയുണ്ട് ശ്രീദേവി. അപ്പോൾ അവളുടെ കൂടെ ഞാൻ ജീവിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അവളെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി, അവളെ പ്രണയിക്കാൻ തുടങ്ങി, അവളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങി. ആ തുടങ്ങുന്ന സമയത്തുള്ള ഞാനല്ല ഒരു 10-40 വർഷം ഒരുമിച്ച് ജീവിച്ച് ഇപ്പോൾ ഉള്ള ഞാൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ അവളെയും അതങ്ങനെ തിരുത്തിയിട്ടുണ്ടാവും, എന്നെയും തിരുത്തിയിട്ടുണ്ടാവും, അവളെയും തിരുത്തിയിട്ടുണ്ടാവും.